വിദഗ്ധ സമിതി തന്നെ പറയുന്നത് എന്താണ്? ഒരു ഫോർമുല ഉണ്ടാക്കുമ്പോൾ അത് വിശദമായി പരിശോധിക്കണം, സമയമെടുത്ത് പരിശോധിക്കണം. അതൊക്കെ അവഗണിച്ച് ആർക്കും അറിയാത്ത ഒരു ഫോർമുല ഉണ്ടാവുകയാണ്. തന്നെ നല്ലതാ. അതിൻ്റെ പേരിൽ ഒരു റാങ്ക് പട്ടിക ഉണ്ടാക്കുകയാണ്. ഇതാരെ സഹായിക്കാനാണ്? ഇത് സുതാര്യമാണെങ്കിൽ എന്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല? അവർക്ക് വിശദീകരിക്കാമല്ലോ. അവർ ഒളിച്ചോടുകയാണ്. ഞാൻ ആ ടൈപ്പേ അല്ല. അല്ല, അത്തരമൊരു ഫോർമുല ശുപാർശ ചെയ്തിരുന്നോ എക്സ്പെർട്ട് കമ്മിറ്റി 5:3:1? അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി, ഉടായിപ്പല്ലേ? എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. നിങ്ങൾക്ക് വലിയ CID-കളാണല്ലോ. ഒരു മാറ്റവും ഇല്ലല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. ഇത് വിശദീകരിക്കാനുള്ള ബാധ്യത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ട്, സർക്കാരിനുണ്ട്. ശ്രീജിത്ത് പണിക്കർ, മാറ്റങ്ങൾ നിർദ്ദേശിക്കാൻ ഒരു സമിതിയെ വെച്ചു. സമിതിയുടെ നിർദ്ദേശങ്ങൾ കണക്കിലെടുക്കാതെ സ്വന്തമായി തീരുമാനമെടുത്തു. ഇത് ഭരണപരമായ വീഴ്ചയല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? ഇത് തികച്ചും നിന്ദ്യമാണ്, നീചമാണ്, നിരുത്തരവാദപരമാണ്. നിശ്ചയമായും ശ്രീ ബിനു, ഇത് ഒരു സർക്കാർ സ്പോൺസേഡ് തട്ടിപ്പാണ്. പിന്നെ നീ ഹരിചന്ദ്രനല്ലേ? അതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഒരു വിദഗ്ധ സമിതിയെ ബലിയാടാക്കിക്കൊണ്ട് മാർക്ക് ലിസ്റ്റ് തിരുത്തുന്നതിന് തുല്യമായിട്ടുള്ള തട്ടിപ്പും തരികിടയുമാണ് സംസ്ഥാന സർക്കാർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ പകരം നിങ്ങൾ വേണമെങ്കിൽ CID പണി ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ മറ്റുള്ളവർ എന്തായാലും CID പണി ചെയ്തോളൂ എന്നുള്ള ഒരു സ്വാതന്ത്ര്യം മന്ത്രി തന്നെ തന്ന സ്ഥിതിക്ക് നമുക്ക് ചെയ്യേണ്ടതും ലേശം CID പണി തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഈ വിഷയത്തിൽ ആദ്യമായി നമ്മൾ പരിഗണിക്കേണ്ടത് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഈ 532 എന്നൊരു ഫോർമുല ഈ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തില്ല എന്ന് മാത്രമല്ല, നിർദ്ദേശിക്കുക പോലും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോലെ റിവ്യൂ കമ്മിറ്റിയുടെ പാതി വെന്ത ഒരു ഫോർമുല പോലും സ്വീകരിക്കാതെ യാതൊരു വിധത്തിലുള്ള സാങ്കേതികതയും ഇല്ലാതെ സ്വന്തമായി ഫോർമുല നിർമ്മിച്ച് അതിന് എല്ലാ പഴിയും കിട്ടിക്കഴിഞ്ഞാൽ ആ പഴി ഈ റിവ്യൂ കമ്മിറ്റിയുടെ തോളിൽ ചാരി നമുക്ക് രക്ഷപ്പെടാം എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് മത്സരാർത്ഥികൾക്ക് അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവസര സമത്വം ആർട്ടിക്കിൾ 14 അതായിരുന്നല്ലോ കണ്ടൻഷനിൽ ഉണ്ടായിരുന്നത്, ആ അവസര സമത്വം നിഷേധിച്ചു എന്നതാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ചീപ്പ് വേലയായി പോയല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ സർക്കാർ പറയുന്നത് പോലെ വൈകി വന്ന അവരുടെ ഒരു വിസ്ഡം, ഈ ഫലം പ്രഖ്യാപിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഉണ്ടായിരിക്കുന്ന ഒരു തീരുമാനം, അങ്ങനെ ഒരു തിടുക്കം സർക്കാർ എടുത്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് പ്രശ്നം. ഇനി ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫോർമുല ആയിരുന്നെങ്കിൽ പോലും ഇത്തവണ അത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് കോമൺ സെൻസ് ആണ്. സർ, ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. അതുകൊണ്ട് തന്നെ കോടതി ഇവിടെ ശരിയായി ചോദിച്ച പല ചോദ്യങ്ങൾക്കും സർക്കാരിന്റെ അഭിഭാഷകന് ഉത്തരം മുട്ടിപ്പോയി. ആ സാഹചര്യം വളരെ കൃത്യമായിട്ട് കോടതി ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. ഒരു മണിക്കൂർ എന്താണ് ഫലമെന്ന് മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഒരു ഫോർമുല ഉണ്ടാക്കി നിങ്ങൾക്ക് ജയിക്കാൻ. കാരണം പരീക്ഷ കഴിഞ്ഞു, അതിൻ്റെ മാർക്ക് നോക്കിക്കഴിഞ്ഞു, മൂല്യനിർണ്ണയം കഴിഞ്ഞു, റിസൾട്ട് നിങ്ങളുടെ കൈവശമുണ്ട്. അത് നിങ്ങൾക്കെതിരാണെന്ന്, നിങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരാണെന്ന് വന്നപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് അത് മാറ്റിമറിക്കാനുള്ള ഒരു ഫോർമുല നിങ്ങൾ ഉണ്ടാക്കി, അല്ലേ? എക്സാക്ട്ലി. അത് വളരെ കൃത്യമായിട്ട് കോടതി ഇവിടെ പറയുന്ന ഒരു ഭാഗവുമുണ്ട്. പ്രഥമ ദൃഷ്ട്യാ വെളിവാകുന്നത് ഈ റിസൾട്ട് ആരോ കണ്ടതിന് ശേഷം കേരള സിലബസിലെ കുട്ടികൾ പിന്നിലായിപ്പോയി എന്ന തോന്നലുണ്ടായപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു മാലഫൈഡ് തീരുമാനമെടുത്തു എന്നാണ്. എന്ന് വെച്ചാൽ അതിനർത്ഥം സിമ്പിൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അട്ടിമറി നടന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അതിനാരാണ് ഉത്തരവാദികൾ? എന്തിനു വേണ്ടിയിട്ടാണ് പിന്നീട് നിങ്ങൾ ഇങ്ങനെ ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കിയിരിക്കുന്നത്? അങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ ഫലം നോക്കിയതിന് ശേഷം സർക്കാരിനെ അറിയിച്ച് ഈ ഉടായ്പിന് തീരുമാനിച്ചുവെങ്കിൽ അതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ഗ്രാൻഡ് ഡിസൈനാണ്, വളരെ കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. വെറും തട്ടിപ്പ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരോട് കൃത്യമായി മറുപടി പറയാതെ മന്ത്രി തട്ടിക്കയറിയത്. നിങ്ങൾ വേണമെങ്കിൽ CID പണി ചെയ്തോ എന്ന് പറഞ്ഞത്, നിങ്ങൾ കോടതിയാകാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞത്. അതല്ലായിരുന്നുവെങ്കിൽ ഈ 532 എന്ന് പറയുന്ന ഒരു അനുപാതം ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തിരുന്നു, ആ റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് പിന്നെ ഉത്തരവാദിത്തമില്ലല്ലോ.
മുഴുവനും അങ്ങാട്ട് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മന്ത്രി ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തുടങ്ങുന്നത് തന്നെ എന്തിന്റെ പേരിലാണ്? ഇവിടെ അവസര സമത്വം കൊടുക്കുന്നതിനാണെന്നാണ്. അടിസ്ഥാനപരമായിട്ടാണ് നമ്മൾ പെരുമാറേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു തോക്കെടുത്ത് പോയിന്റ് ബ്ലാങ്കിൽ വെച്ചിട്ട് ഒരാളെ വെടിവെച്ച് കൊല്ലുന്നതിന് തുല്യമായിട്ടുള്ള കാര്യം. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. പ്രവൃത്തി ഒന്ന്, പറച്ചിൽ മറ്റൊന്ന് എന്ന രീതിയിലത്തേക്കാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾ, അതിനെപ്പറ്റി ന്യായീകരിക്കുന്നയാൾ, എനിക്കിപ്പോഴും അതിൽ ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ട് എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ യാതൊരു വിധത്തിലുള്ള ഒളിപ്പുമില്ലാതെ പറയാൻ കഴിയുന്ന ഒരാളിന് എങ്ങനെയാണ് ആ മന്ത്രി കസേരയിൽ ഇനിയും തുടരാൻ കഴിയുന്നത്? സമാധാനമായല്ലോ. ആ അവസര സമത്വം നിഷേധിച്ചുകൊണ്ട് അവസര സമത്വത്തിനാണ് ഈ ഉടായ്പ് കാണിച്ചത് എന്ന് പറയുന്ന ഒരു മന്ത്രി, പ്രീതിയോടുകൂടി ഒരു വിഭാഗം ആൾക്കാരുടെ റിസൾട്ടിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുനിന്ന മന്ത്രി, അതെന്റെ രാഷ്ട്രീയ തന്ത്രം. സത്യവാചകം തെറ്റിച്ചിരിക്കുന്ന ഒരു മന്ത്രി ഇനി എന്തിനാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് പറഞ്ഞു നിൽക്കുന്നത്? മന്ത്രി തന്നെ പണ്ട് പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വിനു ഓർക്കുന്നുണ്ടാകും, ചന്തം ചാർത്തി നിൽക്കുന്നു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന്. ഇതാണോ ചന്തം? അതെ, എന്താ കുഴപ്പം? ഈ ചന്തമാണോ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇതിലൊരു സ്പോൺസേഡ് ഗൂഢാലോചന, സ്പോൺസേഡ് തട്ടിപ്പ്, ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ, വേലി തന്നെ വിളവ് തിന്നുന്ന രീതിയിലത്തേക്ക് സർക്കാർ പെരുമാറുകയാണ്. താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും. വിനാശകാലേ വിപരീത ബുദ്ധി. അപ്പോൾ ഇത് അട്ടിമറിച്ചത് ഒരു സർക്കാരാകുമ്പോൾ ആ സർക്കാർ ഒരു ഉത്തരവും പറയണ്ടേ? മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ CIDയുടെ പണി, നിങ്ങൾ കോടതിയാവാൻ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞാൽ പോരല്ലോ. ഉത്തരവാദികൾ ഉണ്ടായേ തീരൂ. മോശമായി പോയി കേട്ടോ. അതെ, ശരിയാക്കി തരാം. സാമൂഹിക നീതി, കാരണം ഈ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഒരു പണിയാണ് ശ്രീമതി ഈ ബിന്ദു ചെയ്തിട്ടുള്ളത്. എടാ, നിനക്ക് അറിയാവുന്ന പോലെ പണിയെടുത്ത് ജീവിച്ചു. 67,505 കുട്ടികളെ പേര് അതിനകത്തുള്ളത്. 25,000 കുട്ടികൾ പിന്തള്ളപ്പെട്ടു. ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ഈ കുട്ടികൾക്ക് ആര് നീതി ഉറപ്പാക്കും? അതാണ് കോടതി വിധിയിലെ സാങ്കേതികതയൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ വാസ്തവത്തിൽ കേരളത്തിലെ സാമാന്യ ജനം ഈ പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കും അവരുടെ ഓഫീസിനും എതിരായിട്ട്, കാരണം ഈ മന്ത്രിയാണല്ലോ അതിന് ഉത്തരവാദിത്തം വഹിക്കേണ്ടത്. ഇതിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകണമെങ്കിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ എല്ലാവരും വളരെ ഗൗരവമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്, ഇവിടെ നടന്നത് അഴിമതിയാണ് എന്നുള്ള രീതിയിലാണ്. കാരണം നമ്മൾ പല ടേംസ് പലത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചിലപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാകണമെന്നില്ല. ഇവിടെ നടന്നിരിക്കുന്നത് ശുദ്ധമായ അഴിമതിയാണ്, അധികാര ദുർവിനിയോഗമാണ്. ഇങ്ങനെ തട്ടിച്ചും വെട്ടിച്ചും എത്ര നാൾ ജീവിക്കും? എടാ, നമ്മളിപ്പോ രാജാക്കന്മാരെ പോലെയല്ലേ ജീവിക്കുന്നത്? ഏറ്റവും അവസാന നിമിഷം കൈക്കൊണ്ടിരിക്കുന്ന ഈ ഒരു തീരുമാനം മാലഫൈഡ് ആണ് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടണം. അതാണ് എന്തൊരു പരിഹാസമാണ് ആ കോടതി വിധിയിലുള്ളത് എന്നൊന്ന് വായിച്ചു നോക്കൂ. കിട്ടിയ കോടതി ഈ സർക്കാർ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഈ നേരത്തെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന പ്രോസ്പെക്ടസ് തെറ്റാണ്, അത് ഇല്ലീഗലാണ് എന്ന് കണ്ടെത്തിയതിന് ശേഷം ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുമ്പ് തിരുത്തിയെന്ന്. ഇത്ര പരിഹാസം കെട്ടിയിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കെടും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിലെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ഇത്ര ഗ്ലെയറിംഗ് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന ഒരു കമ്മിറ്റിയെ വെച്ചതിന് ശേഷം അതിനെ വെറുതെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ആരുടെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരോ ഉണ്ടാക്കിക്കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫോർമുല നടപ്പാക്കുക എന്നതാണ്. അല്ലെങ്കിൽ നീയൊക്കെ ആരെങ്കിലുമൊക്കെ സഹായിക്കണം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം അതാണ് ഏറ്റവും പ്രധാനം. സർക്കാർ ഇതിന് ഉത്തരം പറഞ്ഞേ തീരൂ. ഉത്തരം പറയാതെ ചോദ്യം ചോദിക്കുന്നവരെ പരിഹസിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോയിട്ട് ഒരു കാര്യവുമില്ല. ഇത് വലിയ അട്ടിമറിയാണ്. ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ഒരു സമിതിയുടെ പേരിൽ കേരളത്തെ ആകെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിലൂടെ നിയമപരമായ വലിയ വീഴ്ചയുണ്ടായി. അങ്ങനെ നിയമപരമായും ധാർമ്മികമായും ഒക്കെ ഒരു സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ആ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരോട് അടുത്ത പ്രാവശ്യം ഒരു കോടതിക്കും ചോദ്യം ചെയ്യാനാവാത്ത സിസ്റ്റം ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുകയോ, നിങ്ങളാരാ കോടതിയാണോ എന്ന് ചോദിക്കുകയോ, നിങ്ങൾ വലിയ CIDകളാണോ എന്ന് പറയുകയോ ചെയ്തുകൊണ്ട് ഒരു കാര്യവുമില്ല. മനുഷ്യനായ നാണം വേണേ. ഉത്തരം കിട്ടണം. ഉത്തരം കേരളം ഈ മന്ത്രിയെ കൊണ്ടും ഈ സർക്കാരിനെ കൊണ്ടും പറയിപ്പിക്കണം.